നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്ന് ഒരു വലിയ ചെടി ഡബിൾ ഗ്രാഫ്റ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഗ്രാഫ്റ്റും ഒരു മദർ പ്ലാന്റ് കളർ മിക്കവാറും റോസി വെറൈറ്റി ആയിരിക്കും. ഇത് നമ്മളെ സ്വാസിക്കം വെറൈറ്റി ആണ്. അത് വിരിയുമ്പോൾ ഒരു കോൺ, അതായത് ഹോണിൻ്റെ പോലെ ഷാർപ്പ് എഡ്ജുള്ള പെറ്റലായിട്ട് വരും, റെഡായിട്ട്. പിന്നെ അത് പിങ്ക് ആയിട്ട് മാറും, പിന്നെ ലൈറ്റ് റോസിലേക്ക് ഇങ്ങനെ പോകും. ഒരു നല്ലൊരു കളർ ചേഞ്ചിങ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ചെടി. ഈ ചെടിയുടെ കടഭാഗം അത്യാവശ്യം വലിപ്പമുണ്ട്. 1000 rupees കൊടുക്കുന്ന ചെടിയാണ് ഇത് കേട്ടോ. 1000 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ചെടിയാണ്. അതായത് ഒരു ഗ്രാഫ്റ്റും ഒരു ബേസ് കളറുമാണ് ഇതുമുള്ളത്. വലിയ ചെടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മളിവിടെയുള്ള ചെടികളുടെ ബാക്കിയുള്ള ഗ്രാഫ്റ്റും ഇതിൻ്റെ ഒപ്പം തന്നെ കാണിച്ചു തരാം. ആരെങ്കിലും ഈ ചെടി വേണമെന്നുള്ള ആൾക്കാർ ഉടനെ തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇത് വിരിയുമ്പോൾ അങ്ങനെ ഡാർക്ക് ഒരു റെഡിലേക്കാണ് തുടക്കം വരിക. അതിൻ്റെ പെറ്റലൊക്കെ ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കും. ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിങ്ങനെ കളറ് വേറൊരു കളറിലേക്ക് ഇങ്ങനെ വരികയാണ്. പിങ്കിലേക്ക് വരും. ഇങ്ങനെ വരുന്നൊരു ഡിഫറെൻറ്റ് വെറൈറ്റി സാധനമാണ് കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാം മൾട്ടി ഗ്രാഫ്റ്റ് ആണ്. കുറേ ചെടികളുണ്ട്. അപ്പോൾ കുറച്ച് ചെടികൾ ഞാനിങ്ങനെ കാണിച്ചു തരാം. ഇതൊരു അടിപൊളി സിംഗിൾ പെറ്റൽ ചെടിയാണ്. പൂവിൻ്റെ കളറ് നോക്കാം. ഒരു റോസ്, പിങ്കും റോസും കൂടിയത്, പിന്നെ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കളറ്, പിന്നെ ബ്ലാക്ക് റെഡ്, ഡീപ്പ് റെഡ് ആയിട്ടുള്ള കളറാണ്. അതിൽ ചിലതിലൊക്കെ വിത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ യെല്ലോ ആയിട്ട് വന്നതാണ്. ആ യെല്ലോ വിരിയുമ്പോൾ ലൈറ്റ് ക്രീമിലേക്ക് പോകുന്നുണ്ട്. ആ മുട്ട് കണ്ടില്ലേ. സിംഗിൾ പെറ്റല് വൈറ്റ്, ചെറിയ വൈറ്റ്, മൾട്ടി പെറ്റൽ വൈറ്റ്, പിന്നെ റോസ് വെറൈറ്റി, പിന്നെ ഒരു ഡബിൾ ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ്. അതിലെ ഒരു സിംഗിൾ പെറ്റൽ പ്ലാന്റ് പൂവ് കണ്ടില്ലേ. നമ്മൾ കോമൺ ആയിട്ട് എല്ലാറ്റിലും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച സ്വാസികത്തിൻ്റെയാണ്. പിന്നെ നല്ല ഭംഗിയുള്ള വിരിയുന്ന വലിയ പൂവ്. എല്ലാറ്റിലും നല്ലോണം വിത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാണാം, വിത്തുകൾ കാണാം. പിന്നൊരു 10 കൊമ്പോട് കൂടിയ ചെടി. അപ്പോൾ അതിൽ 2-3 കളറേ ആയിട്ടുള്ളൂ. സിംഗിൾ പെറ്റല്, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി. ഒരു സൂപ്പർ കളർ മൾട്ടി പെറ്റൽ വേറൊരു കളർ വന്നതാണ്. യെല്ലോ ഫ്ലവർ ആയിട്ട് വന്നതാണ്. പക്ഷെ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ യെല്ലോൻ്റെ വക്കിൽ ഷെയ്ഡുകളൊക്കെ ആയിട്ട് വരുന്ന വേറൊരു സാധനമാണ്. മറ്റൊരു സിംഗിൾ പെറ്റൽ വെറൈറ്റി. പിന്നെ നമ്മളുടെ ബ്ലാക്ക് റെഡ് വെറൈറ്റി. അത് റെഡ് കഴിഞ്ഞിട്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളറിൻ്റെ ഷെയ്ഡ് വന്നു തുടങ്ങുന്ന വെറൈറ്റിയാണ്. പ്യുവർ റെഡ് സിംഗിൾ പെറ്റൽ. ഇത് പിന്നെ പുതിയൊരു വെറൈറ്റി എനിക്ക് കിട്ടിയത് കേട്ടോ. അത് ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മെയ് ഒരു 15-ാം തീയതി കൂടി ഗ്രാഫ്റ്റ് ചെയ്തിടണമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വെറൈറ്റിയാണ്. നിറച്ച് പൂവുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു സെറ്റ് പൂവ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പൂവ് വിരിഞ്ഞതാണ് കേട്ടോ. ഒക്കെ കൊഴിയാൻ തുടങ്ങി. ഒരു പൂവിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടാമത്തെ ഒരു പൂവ് വിരിഞ്ഞ പോലത്തെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ അടീനിയത്തിൻ്റെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.